ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്യൂട്ടായിട്ടുള്ളൊരു പേപ്പർ യൂണിക്കോൺ ഓർഗനൈസർ ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് നമുക്ക് 6 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള കുറച്ച് പേപ്പേഴ്സും അതേപോലെ തന്നെ സ്കെച്ച് പെന്നും ഉണ്ടെങ്കിൽ ഈ ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള ഓർഗനൈസർ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് A4 ഷീറ്റ് സൈസിൽ അതേപോലെ ഒരു കളർ പേപ്പർ എടുക്കുക. എന്നിട്ട് അത് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. മടക്കി കൊടുക്കുമ്പോൾ നമുക്ക് ഏത് സൈസിലാണോ വേണ്ടത് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം മടക്കി ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ. ഇനി അതിൻ്റെ ഈക്വൽ ഹാഫായിട്ടൊന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ സെൻറ്റർ പോർഷൻ അതേപോലെ ഗം ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അതേപോലെ നമുക്കിഷ്ടമുള്ള 4 ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പേപ്പേഴ്സ് കൂടി അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് ഒന്നിനു മുകളിൽ ഒന്നായി അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി ഇതൊന്ന് കവർ ചെയ്യുന്നതിനായിട്ട് വൈറ്റ് കളർ പേപ്പർ എടുത്തിട്ട് അതേ അളവിൽ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ചാർട്ട് പേപ്പർ ഉള്ളവർ അത് വെച്ചിട്ട് ചെയ്യുക. ഞാൻ A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതേ ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതേ സൈസിൽ 2 പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി മുകളിലെ ആ ഭാഗം ഓപ്പണായി പോകാതിരിക്കാനായിട്ട് നമുക്കൊരു സ്ട്രാപ്പ് ഉണ്ടാക്കിയെടുക്കാം. 2 സെൻറ്റിമീറ്റർ വിഡ്ത്തിലാണ് പേപ്പർ എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കാൻ. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അത് പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കാം. കറക്റ്റായിട്ടാണോ ടൈറ്റായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കി സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമ്മളതിലേക്ക് യൂണിക്കോൺ തീം ആയതുകൊണ്ട് തന്നെ യൂണിക്കോണിൻ്റെ കൊമ്പും ചെവിയൊക്കെ ഒന്ന് വരച്ചെടുക്കാം. ആദ്യം നമ്മൾ ഹോണാണ് വരയ്ക്കുന്നത്. അപ്പോൾ അത് വരച്ച് അതേ സൈസിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി അത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച സ്ട്രാപ്പിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിന് ഇരു സൈഡിലുമായിട്ട് നമുക്ക് ചെവി വെച്ച് കൊടുക്കാം. അതിനായിട്ട് വൈറ്റ് കളറിലൊരു പേപ്പർ എടുക്കാം. എന്നിട്ട് അത് രണ്ടായിട്ട് മടക്കി അതിൽ ചെവിയുടെ ഷേപ്പിൽ വരച്ചു കൊടുക്കാം. എന്നിട്ട് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിനുള്ളിൽ വെക്കാനായിട്ട് നമുക്കിഷ്ടമുള്ള കളറിലുള്ള പേപ്പർ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത സൈസിനേക്കാൾ കുറച്ചുകൂടി ചെറിയ സൈസാക്കി വരച്ച് അതേ ഷേപ്പിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടത് ഹോണിൻ്റെ ഇരുവശത്തുമായിട്ട് സ്ട്രാപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനുള്ളിലേക്ക് വെക്കാനായിട്ട് കുറച്ച് റോസസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് സർക്കിൾ ഷേപ്പിലൊരു പേപ്പർ എടുക്കാം. എന്നിട്ട് അത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്ത ഭാഗത്ത് നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് അതിൻ്റെ അറ്റത്ത് നിന്ന് അതേപോലെ ഇങ്ങനെ പതുക്കെ ചുരുട്ടി കൊണ്ടുവരാം. പേപ്പർ മുഴുവനുമായിട്ടും ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെ ചുരുട്ടിയെടുക്കാം. അതിനുശേഷം ടൂത്ത് പിക്ക് മാറ്റിയിട്ട് അതിൻ്റെ അറ്റം ഗം ഉപയോഗിച്ചിട്ട് അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. റോസസ് കൂടി ഉണ്ടാക്കി എടുക്കാം. എന്നിട്ട് അത് നമ്മുടെ സ്ട്രാപ്പിന് മുകളിലായിട്ട് അതേപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കണ്ണൊക്കെ ഒന്ന് വരച്ച് കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കി എടുക്കാം.
അപ്പോൾ അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് നമ്മുടെ ഈസി ആൻഡ് ക്യൂട്ടായിട്ടുള്ള പേപ്പർ യൂണിക്കോൺ ഓർഗനൈസർ? അപ്പോൾ കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് തോന്നിയാലും ചെയ്ത് വരുമ്പോൾ വളരെ സിമ്പിളാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. ഇതുപോലെയുള്ള കുട്ടി ക്രാഫ്റ്റുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.